ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما. من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم إن الله كان غفورا رحيما. ورد الله الذين كفروا بغيظهم لم ينالوا خيرا وكفى الله المؤمنين القتال وكان الله قويا عزيزا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സൂറത്തുൽ അഹ്സാബിലെ പുതിയ ആയത്തുകളുടെ പഠനത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ചുരുക്കി ഓർത്തെടുക്കേണ്ടതാണ്. സൂറത്ത് അഹ്സാബിൻ്റെ 20-21 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഖന്തഖ് യുദ്ധവേളയിൽ കപടവിശ്വാസികളുടെ മുനാഫിക്കുകളുടെ ഭയവും ഭീരുത്വവുമാണ് 20-ാമത്തെ വചനത്തിൽ പ്രധാനമായും നമ്മൾ കണ്ടത്. ശത്രു സൈന്യം പിന്തിരിഞ്ഞോടിയതുപോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഭയപ്പെട്ടിരുന്ന അവർ യുദ്ധമുഖത്തു നിന്ന് മാറി മരുഭൂമിയിലെ ഗ്രാമീണരുടെ കൂടെ സുരക്ഷിതമായി കഴിയാൻ ആഗ്രഹിച്ചതിനെ കുറിച്ചാണ് ആ ആയത്തിൽ സൂചിപ്പിച്ചത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്തമായ മാതൃകയെക്കുറിച്ച് ഉസ്വത്തുൻ ഹസന നമ്മൾ പഠിച്ചു. അള്ളാഹുവിലും അന്ത്യദിനത്തിലും പ്രതീക്ഷ ഏൽപ്പിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുന്നവർക്ക് റസൂലിൽ ഏറ്റവും മികച്ച മാതൃകയുണ്ട് എന്ന വലിയ പാഠമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. യുദ്ധത്തിൻ്റെ ആ കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രവാചകൻ കാണിച്ച അചഞ്ചലമായ ധീരതയും ക്ഷമയും കപടവിശ്വാസികളുടെ ഭീരുത്വത്തിന് നേർ വിപരീതമായി നിൽക്കുന്ന പ്രവാചകന്റെ മാതൃകയും നമുക്ക് ഏറെ ഗുണപാഠമാണ്, പിന്തുടരപ്പെടേണ്ടതാണ്, മാതൃകാപരമാണ്, ഇത്തിബാ ചെയ്യാൻ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 22 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്. ആയത്തുകൾ മുകളിൽ പാരായണം ചെയ്ത് നമ്മൾ കേട്ടു. 22 മുതൽ 25 വരെയുള്ള ആയത്തുകളിൽ പ്രധാനമായും പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സിൽ കപടവിശ്വാസികളുടെ ഭയവും പരിഭ്രാന്തിയുമാണ് നാം കണ്ടതെങ്കിൽ ഇന്നത്തെ ഈ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് യഥാർത്ഥ സത്യവിശ്വാസികളുടെ അഥവാ മുഅ്മിനീങ്ങളുടെ അടിയുറച്ച വിശ്വാസവും ശത്രുക്കളുടെ വലിയ സഖ്യസേനയെ കണ്ടപ്പോൾ ഭയന്നോടുന്നതിനു പകരം ഇത് അള്ളാഹുവും അവൻ്റെ റസൂലും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാണല്ലോ, അവരുടെ വാഗ്ദാനം സത്യമാണ് എന്ന് പറഞ്ഞ് തങ്ങളുടെ ഈമാൻ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന സത്യവിശ്വാസികളെയാണ് 22-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടർന്ന് 23-ാമത്തെ വചനത്തിൽ അള്ളാഹുവിനോട് ചെയ്ത കരാർ പൂർണ്ണമായും പാലിച്ച, രക്തസാക്ഷിത്വം വരിച്ച ധീരരായ സ്വഹാബാക്കളെക്കുറിച്ചും അവരുടെ ത്യാഗങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തി. 24-ാമത്തെ ആയത്തിലേക്ക് എത്തുമ്പോൾ സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചും കപടവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയെക്കുറിച്ചും പ്രതിപാദിച്ച് 25-ാമത്തെ വചനത്തിലേക്ക്, ഇന്നത്തെ ക്ലാസ്സിൽ അവസാന ആയത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും അവസാനമായും വിശ്വാസികൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരാത്ത വിധത്തിൽ ശത്രുക്കളെ അള്ളാഹു കാറ്റും മറ്റ് അദൃശ്യ സൈന്യങ്ങളെയും അയച്ചു പരാജയപ്പെടുത്തി തിരിച്ചയക്കുന്ന അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെ കുറിച്ച് വിശദീകരിക്കപ്പെടുകയാണ്.
പ്രതിസന്ധികളിൽ പതറാതെ അടിയുറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികളുടെ ഈമാനിൻ്റെ കരുത്തും അവർക്ക് അള്ളാഹു നൽകുന്ന സഹായവുമാണ് പ്രധാനമായും ഇന്നത്തെ ഈ വചനങ്ങളിലൂടെ ഇൻഷാ അള്ളാ നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ വാക്കർത്ഥത്തിലേക്കും ആശയത്തിലേക്കും അതിൻ്റെ വചനത്തിൻ്റെ അർത്ഥങ്ങളിലേക്കും ഇൻഷാ അള്ളാ നമുക്ക് കടന്നു പോകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 22-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പറയുന്ന ആശയം: സത്യവിശ്വാസികൾ സഖ്യകക്ഷികളെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണിത്. അള്ളാഹുവും അവൻ്റെ റസൂലും സത്യമത്രേ പറഞ്ഞത്. അവർക്ക് സത്യവിശ്വാസത്തെയും അനുസരണത്തെയുമല്ലാതെ അത് വർദ്ധിപ്പിച്ചതുമില്ല. വലമ്മാ റഅ കണ്ടപ്പോൾ അൽ മുഅ്മിനൂന സത്യവിശ്വാസികൾ അൽ അഹ്സാബ കക്ഷികളെ അല്ലെങ്കിൽ സംഘങ്ങളെ ഖാലു അവർ പറഞ്ഞു, ഹാദാ ഇത് മാ വഅദന നമ്മളോട് വാഗ്ദാനം ചെയ്തതാണ് അല്ലാഹു വ റസൂലുഹു അല്ലാഹുവും അവൻ്റെ റസൂലും വസദഖല്ലാഹു അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു വ റസൂലുഹു അവൻ്റെ റസൂലും വമാ സാദഹും അതവർക്ക് വർദ്ധിപ്പിച്ചതുമില്ല ഇല്ലാ ഈമാനൻ വിശ്വാസത്തെ അല്ലാതെ വ തസ്ലീമ അനുസരണത്തെയും അല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അഥവാ 22-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസികൾ പല പരീക്ഷണങ്ങൾക്ക് വിധേയമായവരായേക്കാം, പക്ഷെ ഒടുവിൽ വിജയം അവർക്ക് തന്നെയാണ് ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാഗ്ദാനമാണത്. ഖന്തഖ് യുദ്ധത്തിൽ ശത്രുക്കൾ വലിയ സൈന്യവുമായി വന്ന് മുസ്ലിങ്ങളെ പൂർണ്ണ വലയം ചെയ്ത അവസ്ഥയായിരുന്നു. ഈ കഠിനമായ സാഹചര്യം കണ്ടപ്പോൾ സത്യവിശ്വാസികൾക്ക് ഓർമ്മ വന്നത് അള്ളാഹുവും അവൻ്റെ റസൂലും തങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളാണ്. എന്തായിരുന്നു വാഗ്ദാനം? സത്യവിശ്വാസികൾ ജീവിതത്തിൻ്റെ പല പരീക്ഷണങ്ങളും വിധേയരാവാം, പക്ഷെ ഒടുവിൽ അന്തിമ വിജയം സത്യവിശ്വാസികൾക്ക് തന്നെയായിരിക്കും എന്നാണ്. അതുകൊണ്ട് അവർ അത് ശ്രദ്ധിക്കണം എന്ന നിലക്കാണ് ഓർമ്മപ്പെടുത്തുന്നത്. മാനവി മൗലവി അത് വളരെ വ്യക്തമായി അവിടെ വിശദീകരിക്കുന്നതായി സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ചില ആയത്തുകൾ അമാനി മൗലവി എടുത്ത് കൊടുക്കുന്നുണ്ട്. അഥവാ ഇതിന് തെളിവായി ഖുർആനിലെ ചില സൂക്തങ്ങൾ എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ 214-ാമത്തെ വചനം, സൂറത്തുൽ അൻകബൂത്തിലെ 2-3 വചനങ്ങൾ, സൂറത്തു ആൽ ഇംറാനിലെ 140 മുതൽ 142 വരെയുള്ള ആയത്തുകൾ, സൂറത്തു സ്വാഫാത്തിലെ 171, 173 വചനങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ വാഗ്ദാനങ്ങൾ വ്യക്തമാക്കുന്ന മറ്റു ചില വചനങ്ങളാണ് അമാനി മൗലവി ഇവിടെ പ്രത്യേകമായി എടുത്തു കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. സൂറത്തുൽ ബഖറയുടെ ആയത്ത് എന്ന് പറഞ്ഞാൽ അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മ യഅതികും മസലുല്ലദീന ഖലൂ മിൻ ഖബലിക്കും എന്ന് തുടങ്ങുന്ന ആയത്തുകളാണ്. അതിൻ്റെ ചുരുക്കം ആശയം ഇപ്രകാരമാണ്: വിശ്വാസികൾക്കുണ്ടായതുപോലെയുള്ള കഠിനമായ പരീക്ഷണങ്ങൾ വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് നിങ്ങൾ ആരും വിചാരിക്കുന്നുണ്ടോ? ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അതുപോലെ ലറാഉം ബഅസാഉം ഒക്കെ അവർക്ക് സംഭവിക്കും എന്നാണ് പറയുന്നത്. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അവരെ പിടികൂടും, അവർ വല്ലാതെ ഉലക്കപ്പെടുകയും ചെയ്യും എന്നാണ്. വസുൽസിലു എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒടുവിൽ അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് പ്രവാചകനും വിശ്വാസികളും ചോദിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയെത്തും. യഖൂല റസൂലു വല്ലദീന ആമനൂ മത്താ നസ്റുല്ലാഹ് എന്ന് ചോദിക്കും അല്ലേ? അവർ പ്രവാചകനോടൊപ്പം വല്ലദീന ആമനു മഅഹു കൂടെയുള്ളവരും ചോദിക്കും മത്താ നസ്റുല്ലാഹ് അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ്? അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ് അള്ളാഹുവിൻ്റെ സഹായം വളരെ അടുത്തു തന്നെ ഉണ്ട് എന്ന് ആശ്വസിപ്പിക്കുന്ന ആ ഒരു വചനം സൂറത്തുൽ ബഖറയിലെ ആയത്ത്. രണ്ടാമത് അമാനി മൗലവി അവിടെ പോയിന്റ് ചെയ്തിട്ടുള്ളത് സൂറത്തുൽ അൻകബൂത്തിലെ 2-3 വചനങ്ങളാണ്. ഹസിബന്നാസു അയ്യുത്രകൂ അയ്യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അൻകബൂത്തിലെ ഈമാനിൻ്റെ പരീക്ഷണത്തെ സംബന്ധിച്ച് പറയുന്ന ആയത്താണ്. വിശ്വസിച്ചിരുന്നു എന്ന് വെറുതെ പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷിക്കപ്പെടാതെ വിട്ടേക്കുമെന്ന് മനുഷ്യൻ കരുതുകയാണോ? അവർക്ക് മുൻപുള്ളവരെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായി വിശ്വസിച്ചവർ ആരെന്നും കള്ളം പറയുന്ന കപടന്മാർ മുനാഫിക്കുകൾ ആരെന്നും അള്ളാഹു കൃത്യമായി വേർതിരിച്ചറിയുവാൻ വേണ്ടിയാണ് അള്ളാഹു അവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. വലയഅലമന്നൽ കാദിബീൻ ആരാണ് കള്ളന്മാർ എന്നറിയാൻ, ആരാണ് സത്യസന്ധർ, വലയഅലമന്നല്ലാഹല്ലദീന സദഖൂ സത്യസന്ധർ ആരാണ് എന്ന് വേർതിരിച്ചു വ്യക്തമാക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ പരീക്ഷണങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുന്ന ആയത്താണ്. 3-ാമത്തെ വചനം സൂറത്തുൽ ആൽ ഇംറാനിലെ 140 മുതൽ 42 വരെയുള്ള വചനങ്ങളാണ്. യംസസ്കും കർഹുൻ ഫഖദ് മസ്സൽ ഖൗമ കർഹുൻ എന്ന് പറയുന്ന ആയത്തുകളാണ്.
ആ ആയത്തുകളിൻ്റെ ചുരുക്കം ഇതാണ്: വല്ല പരാജയമോ വല്ല മുറിവോ പറ്റിയിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾക്കും അത്തരം മുറിവുകൾ പറ്റിയിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ ഇത്തരം ജയപരാജയങ്ങൾ നാം മാറി മറിഞ്ഞു വരാൻ അനുവദിക്കാറുണ്ട്. യഥാർത്ഥ സത്യവിശ്വാസികളെ വേർതിരിച്ചറിയുവാനും നിങ്ങളുടെ രക്തസാക്ഷികളെ തിരഞ്ഞെടുക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നത് ആരാണെന്നും ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്നത് ആരാണെന്നും അള്ളാഹു പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം പരീക്ഷണങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന് നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുകയാണോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ഇത് നമുക്കവിടെ കാണാൻ കഴിയും. മറ്റൊരു വചനം സൂറത്ത് സ്വാഫാത്തിലെ നമ്മൾ പറഞ്ഞതുപോലെ 171 മുതൽ 173 വരെയുള്ള വചനമാണ്. വലഖദ് സബഖത് കലിമത്തുന എന്ന് തുടങ്ങുന്ന ആയത്താണ്. പ്രവാചകന്മാരായ നമ്മുടെ ദാസന്മാർക്ക് വേണ്ടി നമ്മുടെ വാക്ക് മുൻപേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും അവർ തന്നെയാണ് സഹായിക്കപ്പെടുന്നവർ എന്ന് നമ്മുടെ സൈന്യം സത്യവിശ്വാസികൾക്ക് തന്നെയാണ് ഒടുവിൽ വിജയം വരിക എന്നും തീർച്ചയാക്കുന്നു എന്നാണ് ഈ ആയത്തിൽ 22-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ തന്നെ 23-ാമത്തെ വചനം അതിനോട് ചേർത്ത് നമുക്ക് പഠിക്കാനുള്ള 23-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ: മിനൽ മുഅ്മിനീന സത്യവിശ്വാസികളിലുണ്ട് റിജാലുൻ ചില പുരുഷന്മാരുണ്ട് സദഖൂ അവർ സത്യമാക്കി ഏതൊന്നിനെ ആഹദുല്ലാഹ അവർ അള്ളാഹുവിന് ഉകമ്പടി ചെയ്തിരിക്കുന്നു അലൈഹി അതിൻ്റെ മേൽ ഫമിൻഹും അങ്ങനെ അവരിലുണ്ട് മൻ ഖളാ നിർവഹിച്ചവർ നഹ്ബഹു തൻ്റെ നേർച്ച തൻ്റെ ആവശ്യം തൻ്റെ കർത്തവ്യം വമിൻഹും അവരിലുണ്ട് മൻ യന്തളിർ നോക്കിപ്പാർക്കുന്നവർ അല്ലെങ്കിൽ കാത്തിരിക്കുന്നവർ വമാ ബദ്ദലു അവർ മാറ്റം വരുത്തിയതുമല്ല തബ്ദീല ഒരു മാറ്റം വരുത്തലും എന്നാണ്. എന്താണ് അള്ളാഹു ഇവിടെ പറയുന്നത്? സത്യവിശ്വാസികളിൽ ചില ആളുകളുണ്ട്, ചില പുരുഷന്മാരുണ്ട്. തങ്ങൾ ഏതൊരു കാര്യത്തെപ്പറ്റി അള്ളാഹുവുമായി ഉടമ്പടി ചെയ്തുവോ അതവർ നിറവേറ്റി സത്യമാക്കി. അങ്ങനെ അവരിൽ ചിലർ തൻ്റെ നേർച്ച കർത്തവ്യം നിറവേറ്റുന്നവരുണ്ട്. എന്നാൽ മറ്റു ചിലർ അതിനവസരം പാർത്തുകൊണ്ടിരിക്കുന്നവരുമായിട്ടുണ്ട്. അവർ ഉടമ്പടിക്ക് യാതൊരുവിധ മാറ്റവും വരുത്തുകയും ചെയ്തിട്ടില്ല. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അമാനി മൗലവി അതിൻ്റെ വിശദീകരണ ഭാഗത്ത് ചില കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഇസ്ലാമിന് വേണ്ടി ദേഹവും ധനവും ബലിയർപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് സത്യവിശ്വാസികൾ. ഈ പ്രതിജ്ഞ തികച്ചും നിറവേറ്റി ധർമ്മയുദ്ധത്തിൽ രക്തസാക്ഷികളായി അഥവാ ഷഹീദുകളായി മരണമടഞ്ഞവരെ ഉദ്ദേശിച്ചാണ് മൻ ഖളാ നഹ്ബഹു എന്ന പദം എന്ന് അള്ളാഹു അവിടെ പറഞ്ഞിട്ടുള്ളത്. നേർച്ച നിറവേറ്റിയവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ തനിക്ക് ചെയ്യുവാനുള്ളതെല്ലാം ചെയ്തു തീർത്ത് അയാൾ മരണപ്പെട്ടു എന്ന ഉദ്ദേശം ഈ വാക്യത്തിൽ നമുക്ക് അറബി ഭാഷയിൽ പ്രയോഗിക്കപ്പെടാറുണ്ട്. രക്തസാക്ഷിയായി മരണം പ്രാപിക്കുവാൻ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ലെങ്കിലും കിട്ടുമ്പോഴെല്ലാം അതിന് തക്കം പാർത്തും സന്നദ്ധരായിക്കൊണ്ടും ഇരിക്കുന്നവരെ കുറിച്ചും മയ്യന്തളിർ എന്ന പദം അതാണ് ഉദ്ദേശിക്കുന്നത്. അവർ ഇങ്ങനെ അവസരം പാർത്തിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഹംസ റളിയല്ലാഹു അൻഹു, മുസ്അബ് ബിൻ റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള പല മഹാന്മാരും ഒന്നാമത്തെ വിഭാഗത്തിലും പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പല മഹാന്മാരും രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിലും അവരിങ്ങനെ തക്കം പാർത്ത് കാത്തിരുന്നവരാണെന്ന് നിലക്കും ഉൾപ്പെട്ടവരാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നടത്തേണ്ടിരുന്ന അവസരം നേരിട്ടാൽ മരണം വരെ സധൈര്യം പോരാടുമെന്ന് പലപ്പോഴും പല സ്വഹാബികളും അവരിങ്ങനെ വ്യക്തമായ ഭാഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉടമ്പടി ചെയ്തിട്ടുള്ളത് ചരിത്രത്തിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പിതൃവ്യൻ അനസ് ബിൻ നളർ ബദർ യുദ്ധത്തിൽ ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിന് അസ്വസ്ഥമായി തോന്നി. അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒന്നാമതായി സംബന്ധിച്ച യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തില്ലല്ലോ. ഇനി തിരുമേനിയെ ഒന്നിച്ച് അള്ളാഹു എനിക്കൊരു രംഗം കാട്ടിത്തന്നാൽ തീർച്ചയായും ഞാൻ പ്രവർത്തിക്കുന്ന ധീരമായി സമരം ചെയ്യുന്നത് അള്ളാഹുവിന് കാണുമാറാകും. അങ്ങനെ അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ സംബന്ധിച്ചു. മുസ്ലിം സൈന്യം പിന്തിരിഞ്ഞു മാറുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് കുതിക്കുകയും അപ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, താങ്കൾ എങ്ങോട്ടാണ്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് കാണാൻ സാധിക്കും. എന്താണ്? സ്വർഗത്തിൻ്റെ പരിമളം ഉഹദ് മലയുടെ അപ്പുറത്തു നിന്ന് ലവാഹൽ ജന്നത്തി അജ്ദുഹാ ദൂന ഉഹദിൻ എന്ന് പറയുന്ന ഒരു പദ്യം നമുക്ക് കാണാം. സ്വർഗത്തിൻ്റെ പരിമളം ഉഹദ് മലയുടെ അപ്പുറത്ത് നിന്ന് ഇതാ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊലപ്പെടുന്നത് വരെ യുദ്ധം ചെയ്തുവെന്നും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെട്ടും കുത്തും മറ്റുമായി 80-ൽ പരം പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്നും കാണാൻ സാധിക്കും. ഇതാണ് ഇവിടെ പറഞ്ഞത് മിനൽ മുഅ്മിനീന റിജാലുൻ ചില ആളുകളുണ്ട് എന്ന്, ചില ആണുങ്ങളുണ്ട്, ചില പുരുഷന്മാരുണ്ട് എന്ന് പറഞ്ഞത് എന്ന് ഇമാം മുസ്ലിം, അഹ്മദ്, ഇമാം തുർമുദി, ഇമാം നസായി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും.
അഹ്സാബ് യുദ്ധത്തിലേതുപോലെ പരീക്ഷണ ഘട്ടങ്ങൾ അള്ളാഹു ഏർപ്പെടുന്നതിൻ്റെ ആവശ്യതയും ഉദ്ദേശവും എന്താണെന്ന് ഇൻഷാ അള്ളാഹ് അടുത്ത വചനത്തിലൂടെ 24-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അത് 24-ാമത്തെ വചനത്തിലൂടെ ലിയജ്സി അള്ളാഹു പ്രതിഫലം നൽകുവാൻ വേണ്ടി അസ്വാദിഖീന സത്യവാന്മാർക്ക് ബിസിദിഖിഹിം അവരുടെ സത്യസന്ധതയ്ക്ക് വയുഅദ്ദിബ അവൻ ശിക്ഷിക്കുവാനും അൽ മുനാഫിഖീന കപടവിശ്വാസികളെ ഇൻഷാ അവൻ ഉദ്ദേശിച്ചാൽ അയ്യതൂബ അല്ലെങ്കിൽ പശ്ചാത്താപം സ്വീകരിക്കുവാനും അലൈഹിം അവരുടെ മേൽ ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ഖാന ഗഫൂറൻ അവൻ വേറെ പൊറുക്കുന്നവനാകുന്നു റഹീമ കരുണാനിധിയുമാകുന്നു. സത്യവാന്മാർക്ക് അവരുടെ സത്യ പാലനത്തിന് അള്ളാഹു പ്രതിഫലം നൽകുവാനും കപടവിശ്വാസികൾക്ക് അവർ ഉദ്ദേശിക്കുന്ന പക്ഷം ശിക്ഷയോ അല്ലെങ്കിൽ അവരുടെ മേൽ പശ്ചാത്താപം സ്വീകരിക്കുകയോ ചെയ്യുവാനും വേണ്ടി അത്രേ ഇത്. നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവരും കരുണ ചെയ്യുന്നവനുമാകുന്നു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 24-ാമത്തെ ആയത്തിലൂടെ പ്രധാനമായും പഠിപ്പിക്കുന്ന ഘട്ടം. പരീക്ഷണങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം സൂറത്ത് ആൽ ഇംറാനിൽ പ്രസ്താവിച്ചതുപോലെ നല്ലവരെയും, അതാണ് അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്, മാ ഖാനല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി എന്ന് പറയുന്ന ആയത്ത്. നിങ്ങൾ നിലകൊള്ളുന്ന ഈ അവസ്ഥയിൽ നല്ലതിൽ നിന്ന് ചീത്തതിനെ വേർതിരിക്കാതെ സത്യവിശ്വാസികൾ അള്ളാഹു വിട്ടുകളയുവാൻ തയ്യാറില്ല. അദൃശ്യ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാട്ടിത്തരുവാൻ അവൻ തയ്യാറില്ല എന്ന് സൂറത്ത് ആൽ ഇംറാന്റെ ആയത്ത് മനിമൗലവി ഇവിടെ കൊടുക്കുന്നുണ്ട്. അവിടെയാണ് ചീത്തയായതും ആത്മാർത്ഥയുള്ള വിശ്വാസികളെയും ചീത്തയായവരുടെയും കപടവിശ്വാസികളുടെയും പരസ്പരം വേർതിരിച്ചു കാട്ടുകയാണ് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളുടെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഉദ്ദേശമെന്ന് ആണ് ഇവിടെ പറയുന്നത്. അതുപോലെ കപടവിശ്വാസികളുടെ ഭാവി, കപടവിശ്വാസികൾ തങ്ങളുടെ തെറ്റായ നിലപാടിൽ മാറ്റമൊന്നും വരുത്താത്ത പക്ഷം അള്ളാഹു കഠിനമായി ശിക്ഷിക്കും എന്ന കാര്യവും പ്രത്യേകമായി ഈ ആയത്തിലൂടെ ഉണർത്തുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യവും പശ്ചാത്താപവും ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടും കപടവിശ്വാസികൾ തങ്ങളുടെ തെറ്റുകൾ തിരുത്തി പശ്ചാത്താപിക്കുന്ന തൗബ ചെയ്യുന്ന പക്ഷം അള്ളാഹു അത് സ്വീകരിക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന ഒരു കാര്യം കൂടി അള്ളാഹു ഈ ആയത്തിൽ പറയുന്നുണ്ട്. ഇന്നല്ലാഹ കാന ഗഫൂറ റഹീം. അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് കൈ ഉയർത്താൻ തീരുമാനിച്ചാൽ അള്ളാഹു അവർക്കത് പുറത്തു കൊടുക്കും എന്നാണ് ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ വരാൻ സാധ്യതയുള്ള ചില പോയിന്റുകൾ കൂടി സൂചിപ്പിക്കുകയാണ്. പരീക്ഷകളുടെ ഉദ്ദേശം എന്താണ്? നല്ലവരിൽ നിന്ന് ചീത്തയായവരെ വേർതിരിച്ചു കാട്ടുക എന്നതാണ്. അതുപോലെ തന്നെ സൂറത്ത് ആൽ ഇംറാനിലെ 179-ാമത്തെ വചനമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. അത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അതുപോലെ ആ ആയത്തിൻ്റെ ആശയം നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെ നിയമം കപടന്മാർ നിലപാട് മാറ്റിയില്ലെങ്കിൽ ശിക്ഷിക്കുകയും എന്നാൽ പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന ഒരു ചിന്തയും കൂടി ഈ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത വചനത്തിലെ സത്യവിശ്വാസികൾ അതുപോലെ തന്നെ മുനാഫിക്കുകൾ, വിശ്വാസ ദൗർബല്യമുള്ളവർ എന്നിവരെ കുറിച്ച് പ്രതിപാദിച്ച ശേഷം അടുത്ത വചനങ്ങളിൽ ശത്രുപക്ഷക്കാരായ വിശ്വാസികളെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 25-ാമത്തെ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു പറയുന്ന കാര്യം, അവിശ്വസിച്ചിട്ടുള്ളവരെ അവരുടെ മനക്ലേശത്തോടെ യാതൊരു ഗുണവും നേടാതെ അള്ളാഹു മടക്കുകയും ചെയ്തു. സത്യവിശ്വാസികൾക്ക് അള്ളാഹു യുദ്ധം മതിയാക്കി ആവശ്യമില്ലാതാക്കി കൊടുക്കുകയും ചെയ്തു. അള്ളാഹു ശക്തനും പ്രതാപശാലിയുമാകുന്നു എന്നാണ് അവിടെ പറയുന്നത്. അള്ളാഹു അവിടെ പറയുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല മടക്കുകയും അല്ലെങ്കിൽ തടയുകയും ചെയ്തു. അല്ലദീന കഫറു അവിശ്വസിച്ച ആളുകളെ അള്ളാഹു തടയുകയും ചെയ്തു. ബി ഓയിലിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ ക്ലേശത്തോടെ അല്ലെങ്കിൽ കോപത്തോടെ. ലം യനാലു അവർ നേടാതെ അല്ലെങ്കിൽ അവർ പ്രാപിച്ചില്ല ഖൈറൻ ഒരു ഗുണവും. വഖഫല്ലാഹു അള്ളാഹു മതിയാക്കുക അല്ലെങ്കിൽ തടുക്കുകയും ചെയ്തു അൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്ക് അൽ ഖിതാല യുദ്ധം. വഖാന അള്ളാഹു ആകുന്നു ഖവിയ്യൻ ശക്തനാകുന്നു, അസീസ പ്രതാപശാലിയും ആകുന്നു എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. യുദ്ധത്തിൻ്റെ അന്തിമ ഫലം മദീനയെ ഉപരോധിച്ച സൈന്യ ശക്തികൾ വലിയ ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഫലം യഥാർത്ഥത്തിൽ നേരെ മറിച്ചാണ് സംഭവിച്ചത്. അവരിങ്ങനെ കുപിതരും രോഷാകുലരുമായിക്കൊണ്ട് ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് ആ യുദ്ധക്കളം വിട്ട് ഓടേണ്ടി വന്ന ഒരു സാഹചര്യം. മുസ്ലിങ്ങൾക്കാണെങ്കിൽ വലിയ പോരാട്ടമോ പൊതുസംഘടനമോ ഒന്നും ആവശ്യം വരാതെ യുദ്ധം വളരെ ശുഭകരമായി അവസാനിക്കുകയും ചെയ്തു. ഇതാണ് ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ സഹായം ഈ സൂറത്തിൻ്റെ നമുക്ക് 9-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ശക്തമായ കൊടുങ്കാറ്റ് കാണപ്പെടാത്ത സൈന്യങ്ങളെ അയച്ചുകൊണ്ട് അള്ളാഹു മുസ്ലിങ്ങളെ സഹായിച്ചു എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.
അതുപോലെ തന്നെ പ്രധാനമായി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അമ്മാനുമൊലി കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ പ്രശസ്തമായ വിജയ പ്രാർത്ഥന, ഒരു ദിക്ർ, വിജയത്തിന് ശേഷം നബി അള്ളാഹുവിനോട് നന്ദിയോടുകൂടി കൃതജ്ഞതയോടുകൂടി നിർവഹിക്കുന്നത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു വസദഖ വഅദഹു വനസറ അബ്ദഹു വഅസ്സ ജുൻദഹു വഅസമൽ അഹ്സാബ വഹ്ദഹു വലാ ശൈഅ ബഅദഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രാർത്ഥന, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനാണ്, അവൻ തൻ്റെ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിച്ചു, അവൻ്റെ അടിയന്മാരെ സഹായിക്കുകയും ചെയ്തു, അവൻ്റെ സൈന്യത്തിന് പ്രതാപം നൽകി, ശത്രുക്കളെ അവൻ ഒറ്റയ്ക്ക് തന്നെ പരാജയപ്പെടുത്തുകയും ചെയ്തു, ഇല്ലേ, അവന് ശേഷം ഇല്ല തന്നെ എന്ന ഈ ഒരു പ്രാർത്ഥന, ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് നമുക്ക് കാണാൻ കഴിയും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഭാഗത്ത്. അതുപോലെ യുദ്ധത്തിന് ശേഷമുള്ള ഖുറൈശികളുടെ അവസ്ഥ അവിടെ പറയുന്നുണ്ട്. ഖന്തഖ് യുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങളുടെ നേരെ എങ്ങനെയൊക്കെ ഒരു യുദ്ധത്തിന് ഒരുങ്ങാൻ ഖുറൈശികൾ പിന്നീടൊക്കെ ഒരു ധൈര്യം അവർക്ക് ഉണ്ടായിട്ടില്ല. അവർക്ക് അത്തരം ഒരു പരാജയ ഭയം അവരുടെ മനസ്സുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സുലൈമാൻ ബിൻ സ്വർദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത പ്രവാചകന്റെ ഒരു വചനം കാണാൻ കഴിയും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, അല്ലെ, അൽ ആന നഹ്സൂഹും വലാ യഹ്സൂനനാ നഹ്നു നസീറു ഇലൈഹിം എന്ന് പറയുന്ന, അൽ ആന നഹ്സൂഹും വലാ യഹ്സൂനനാ നഹ്നു നസീറു ഇലൈഹിം. അതിൻ്റെ ആശയം, അവരോട് പടയെടുക്കേണ്ടിയിരുന്നു, അവർ നമ്മളോട് എടുത്ത്, അഥവാ നാം അവരോട് പടയെടുക്കേണ്ടിയിരുന്നു എന്നാണ് അവിടെ കാണുന്നത്. അവർ നമ്മോട് പടയെടുത്തു വരികയില്ല, അങ്ങോട്ട് പോകേണ്ടിയിരിക്കും എന്നാണ് അവിടെ പ്രത്യേകമായി കാണുന്നത്. ഖുറൈശികളും ഇതര വംശക്കാരുമായ ശത്രുഭാഗത്തെപ്പറ്റി പൊതുവിൽ പ്രസ്താവിച്ച ശേഷം അതിലുണ്ടായിരുന്ന യഹൂദികളെ കുറിച്ചാണ് പിന്നീടുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇത്രയും ഭാഗം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് 25 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ആശയങ്ങളും അമ്മാനുമൗലിയുടെ തഫ്സീറും കൂടി വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും വിശദീകരിക്കാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി